കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ omega-3 ഫാറ്റി ആസിഡ്സ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ബ്രെയിനിൻ്റെ മാത്രമല്ല കുഞ്ഞിൻ്റെ റെറ്റിന കണ്ണിൻ്റെ വളർച്ചയ്ക്കും ബോഡി ഗ്രോത്തിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അയൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. സിങ്ക്, കോപ്പർ, സെലീനിയം എന്ന് പറയുന്ന ട്രേസ് എലിമെൻറ്റ്സ് അല്ലെങ്കിൽ മിനറൽസ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്ന സാധനങ്ങളാണ്. പിന്നെ വൈറ്റമിൻസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിനകത്ത് ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സി ഇ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ബി കോംപ്ലക്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ പല ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. കുഞ്ഞിൻ്റെ ഇമ്മ്യൂണിറ്റി വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതോടൊപ്പം ബ്രെയിൻ ഗ്രോത്തിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ ചില അമിനോ ആസിഡ്സ്, ടോറിൻ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കൊളീൻ എന്ന് പറയുന്ന സാധനം, ഇതെല്ലാം ബ്രെയിൻ ഗ്രോത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഫുഡ് ഐറ്റംസ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികൾ, ഇലക്കറികൾ. അപ്പോൾ അതിനകത്ത് പല നിറത്തിലുള്ള ഇലക്കറികളുടെയും പച്ചക്കറികളുടെയും ആവശ്യമുണ്ട്. കാര്യം ഓരോ നിറവും കൊടുക്കുന്ന പല ഘടകങ്ങളാണ്. ഈ ഘടകങ്ങൾക്കെല്ലാം നമ്മൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ഗുണം കുഞ്ഞിൻ്റെ ബ്രെയിൻ ഗ്രോത്തിനും മറ്റ് ഗ്രോത്തിനും. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഫ്രഷ് ആയിരിക്കുമ്പോഴാണ് അതിനകത്തുള്ള ഗുണങ്ങൾ മാക്സിമം ഉള്ളത്. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും ഇതിൻ്റെ ഗുണം ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന നമുക്ക് വളരെ ഈസി ആയിട്ട് വില കുറഞ്ഞ് തൊട്ടടുത്ത് നമ്മുടെ പറമ്പിലൊക്കെ വളർന്ന് കിട്ടുന്ന പഴങ്ങൾക്ക് ആ സമയത്ത് തന്നെ കുഞ്ഞിന് കൊടുക്കുന്നതിന് ഗുണം കൂടുതലായിരിക്കും. അപ്പം വളരെ ദൂരെയുള്ളൊരു സ്ഥലത്ത് വളർന്ന ഒരു സാധനം അവിടെ നിന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ ഗുണത്തിൻ്റെ ഒരു 75% മിക്കവാറും നഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രയോജനം ചിലപ്പം ഈ ദൂരെ നിന്ന് വരുന്ന പഴങ്ങൾക്കും പച്ചക്കറികൾക്കും കിട്ടും. പയറുവർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങൾ, ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിനകത്ത് പരിപ്പ് വർഗ്ഗങ്ങൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്യുക. അതിനകത്ത് പ്രോട്ടീൻസും ഒക്കെ ഉണ്ട്. നട്ട്സ്, അപ്പോൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബദാം, ആൽമണ്ട്സ്, പിന്നെ വാൾനട്ട്, പിന്നെ അതുകൂടാതെ പീനട്ട് അല്ലെങ്കിൽ കടലകൾ. പിന്നെ നോൺ വെജിറ്റേറിയൻ ഡയറ്റിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തു തുടങ്ങേണ്ട സാധനങ്ങൾ, മുട്ട കൊടുക്കുക, മാംസം കൊടുക്കുന്നത് നല്ലതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻസ് വളരെ മാംസത്തിൽ നിന്ന് മാത്രമല്ല ഹീം അയൺ എന്ന് പറഞ്ഞിട്ടൊരു അയണുണ്ട്. സാധാരണ അയൺ കൂടാനായിട്ട് നമ്മൾ എപ്പോഴും പച്ചക്കറികൾ ധാരാളമായിട്ട് കഴിക്കാൻ പറയും. പക്ഷേ ഹീം അയൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാംസത്തിൽ നിന്നാണ് അത് കിട്ടുന്നത്. അത് കുറച്ചുകൂടെ വേഗം അബ്സോർബ് ചെയ്യാനും അയൺ കൂടാനും ഒക്കെ നല്ല പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് മത്സ്യങ്ങൾ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു 2-3 ദിവസമെങ്കിലും മത്സ്യം കുഞ്ഞിന് കൊടുക്കുന്നത് നല്ലതാണ്. മത്സ്യം എന്ന് പറയുമ്പോഴത്തേക്ക് കടൽ മത്സ്യങ്ങളാണ് നല്ലത്. അതിൽ തന്നെ നൊത്തോലി, പിന്നെ ചൂര, അയല, മത്തി പോലുള്ള മീനുകളിനകത്ത് omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളമായിട്ടുണ്ട്. വൈറ്റമിൻസ് ധാരാളമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ട്രേസ് എലിമെൻറ്റ്സ്, മിനറൽസ് എല്ലാം ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് കടൽ മത്സ്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്.